എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു എപ്പീഷ്യ പ്ലാന്റ് വെച്ചിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എപ്പീഷ്യ പ്ലാന്റ് ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന രണ്ടാമത്തെ വെർട്ടിക്കൽ ഗാർഡനാണിത്. 2 വർഷമായിട്ട് എപ്പീഷ്യ പ്ലാന്റിൻ്റെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനും സെറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു എപ്പീഷ്യ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വളരെ ലോ കോസ്റ്റ് മെയിൻ്റനൻസിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് എപ്പീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് വെള്ളം, ആവശ്യത്തിനനുസരിച്ച് സൺലൈറ്റ്, വളമ തീരെ ഇല്ലെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് സ്വന്തം വളമ കണ്ടെത്തി വളരുന്നൊരു തരം ചെടിയാണ് ഈ എപ്പീഷ്യ പ്ലാന്റ്. ഏകദേശം ഒരു മണി പ്ലാന്റിനെ പോലെ ഒരു ചുമരിലേക്ക് വിട്ടാൽ അങ്ങനെ പടർന്ന് പന്തലിച്ച് പോകും. പക്ഷേ മണി പ്ലാന്റ് ഗ്രാജുവലി കുറേ വർഷം കഴിഞ്ഞാൽ നമുക്കൊരു ഹാംഫുള്ളാണെങ്കിലും ഉപദ്രവകാരിയായി മാറുമെങ്കിൽ എപ്പീഷ്യ പ്ലാന്റ് അങ്ങനെ ഒരു ഉപദ്രവകാരിയായി മാറില്ല. എങ്ങനെ ചുമരിലേക്കൊക്കെ പടർത്തി വിട്ടാൽ വളരെ തിക്കായിട്ട് ഇത് കണ്ടോ, എൻ്റെ ഒരു എപ്പീഷ്യ പ്ലാന്റിൻ്റെ വെർട്ടിക്കൽ ഗാർഡനാണ്. ആ വെർട്ടിക്കൽ ഗാർഡൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. അവിടെ ഇവിടെയും പോയിട്ടുണ്ട്. കാരണം സമ്മർ സീസൺ കഴിഞ്ഞ് വരുന്ന ഒരു സമയമാണ്. 2 ആഴ്ചയായിട്ട് നല്ല തിരക്കായതുകൊണ്ട് വെള്ളം നനയ്ക്കാൻ കഴിയാത്തത് മാത്രം പല ഭാഗവും ചെറുതായിട്ട് കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വലിയൊരു ചെറിയൊരു തണ്ട് കുഴിച്ചിട്ടാണ് ഇതേപോലെ ഇങ്ങനെ വളർന്ന് തണ്ടായി വരുന്നത്, ഒരു ചെടിയായി വരുന്നത്. അതിൽ നിന്ന് ചെറിയ പോർഷൻസ് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വേര് പിടിക്കുകയും പിന്നീട് അതവിടെ നിന്ന് പടർന്ന് പന്തലിച്ച് ചുമരിൽ കാണുന്ന ചെറിയ മോസസ് പോലും വളമയായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ട്, നമ്മളെ വളം ഇട്ടെടുത്തിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. മൂപ്പർ സ്വന്തമായിട്ട് കണ്ടെത്തി വളർന്ന് പന്തലിച്ചോളും. അപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള എപ്പീഷ്യ പ്ലാന്റിൻ്റെ ഇലയുടെ ലക്ഷണം നല്ല തിക്കായിട്ടുണ്ടായിരിക്കും. ഈ പൂവൊക്കെ മൂപ്പർ ഏറ്റവും യങ്സ്റ്റർ അല്ല ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പൂവൊക്കെ ഇടുക. അപ്പോൾ ചെറിയ തണ്ട് പോലും ഇട്ടാൽ അത് പിന്നീട് തളച്ച് വളരുന്നൊരു എപ്പീഷ്യ പ്ലാന്റായി മാറും. അപ്പോൾ അതാണ് എപ്പീഷ്യ വളരെ പെട്ടെന്ന് കുഴിച്ചിടാനും പറ്റുന്നൊരു ചെടിയാണ് ഈ എപ്പീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത്.